നമ്മൾ തെരച്ചിലിൻ്റെ 5-ാം നാളിലേക്ക് കടക്കുകയാണ്. ഇന്നലെയൊക്കെ പറയുന്നത് പോലെ വലിയ സങ്കടങ്ങളുടെയും ഹൃദയവേദനയും ഒക്കെ ദിവസം തന്നെ. പക്ഷേ അതിനോടൊപ്പം തന്നെ അതിജീവനത്തിന് നല്ല ചില സന്ദേശങ്ങൾ കൂടി ദുരന്തഭൂമിയിൽ നമുക്ക് കാണാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഓഗസ്റ്റ് 3 ശനിയാഴ്ച, കർക്കിടകം 19 കുറേയധികം വാർത്തകൾ വരും ദിവസമാണ്. പ്രധാനം നമ്മൾ ഇന്നും വയനാട്ടിൽ തന്നെ നിൽക്കുന്നു. ഉരുളെടുത്ത വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായവർക്കായുള്ള തെരച്ചിൽ 5-ാം ദിവസത്തിലേക്ക്. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള ഐബോട്ട് പരിശോധന നടക്കും. ചാലിയാർ പുഴയിലും ഇന്ന് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കും. നാവികസേനയുടെ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ചാകും തെരച്ചിൽ. ഏറ്റവും സങ്കടം, ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു എന്നത് തന്നെയാണ്. ഇന്നലെ വൈകുന്നേരമാകുമ്പോഴേക്കും അത് 319 എന്ന വല്ലാത്ത കണക്കിലേക്ക് എത്തി. 14 മൃതദേഹങ്ങൾ ഇന്നലെ മാത്രം കിട്ടി. മോഹൻലാൽ ഇന്ന് ദുരന്തബാധിത മേഖല സന്ദർശിക്കും. ഇന്നലെ വൈകിട്ട് നമ്മൾ കണ്ടു ഈ ദിവസത്തെ നിരാശയ്ക്കൊടുവിൽ പ്രത്യാശയുടെ ഒരു കിരണമെന്ന പോലെ ഡീപ്പ് റഡാറിൽ ഒരു ജീവന്റെ അംശം എന്നൊക്കെ കണ്ടു. അതിനുശേഷം അവൾ പരിശോധന നടത്തി. അതിനുശേഷം അത് മനുഷ്യ സാന്നിധ്യമല്ല എന്ന് സ്ഥിരീകരിക്കുകയും രാത്രി ആ ദൗത്യം അവസാനിപ്പിക്കുക നമ്മളെല്ലാവരും കണ്ടവരാണ്. എന്തായാലും ചൂരൽമലയിൽ നിന്ന് വിജയകുമാർ, ദീപക് ധർമ്മടം, ഷഫീദ് റാവുത്തർ എന്നിവർ ചേരുന്നു. ആദ്യം ഷഹദിലേക്ക് ഒന്ന് പോകുന്നു. ഷഹദ്, ഇന്നലെ നമ്മൾ കണ്ടത് 6 സോണുകളായി തിരിച്ച് 40 അംഗ സംഘമായി ഓരോരോ സംഘങ്ങളായി തിരിയുന്നതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള തെരച്ചിലിൽ ഒരു കാര്യക്ഷമമായ തെരച്ചിൽ കൂടിയായിരുന്നു അത്. അപ്പോൾ ആ മോഡൽ തന്നെ ആവില്ലേ ഇന്നും, ഷഹദ്? അപ്പം വീണ്ടും 5-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം ഈ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും. ആർമി ഇതിനോടകം തന്നെ ഈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനി മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് ഫോറസ്റ്റ്, അതുപോലെ തന്നെ പോലീസ്, അതുപോലെ NDRF, കൂടാതെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ അവിടേക്ക് തിരിക്കാൻ പോവുകയാണ്. ഇന്ന് കുറെ കൂടി ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേഖലകളിലൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആക്ഷൻ പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും ഈ തിരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും 6 മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മേഖലകളിൽ തിരച്ചിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇന്ന് അത് തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അട്ടമല പ്രദേശമാണ് ആദ്യ സോണായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. പ്രഥമ പരിഗണനയും അവിടെ തന്നെയായത്. അതുപോലെ തന്നെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, GVHSS വെള്ളാർമല എന്നിങ്ങനെയാണ് 5 സോണുകൾ. 6ാമത്തെ സോണായിട്ട് ചൂരൽമല പുഴയുടെ അടിവാരത്തെ സോണാണ് 6ാമത്തെ സോണായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടും പരിശോധന എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഈ മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ സജീവമായിട്ടുള്ള മനുഷ്യ സാന്നിധ്യം കുറവാണെന്നുള്ള കണ്ടെത്തൽ ഇന്നലെ വന്നിട്ടുണ്ട്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് ഈ തെർമൽ ഇമേജിംഗ് പരിശോധനയിലൂടെ മനുഷ്യ സജീവ സാന്നിധ്യം ഇല്ല എന്നുള്ള കണ്ടെത്തൽ വന്നിട്ടുള്ളത്. കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ഏജൻസിയാണ് ഈ പരിശോധന നടത്തിയിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ പരിശോധന നടത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ISRO ചില നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ സ്ഥാനം സംബന്ധിച്ച നിർണായക വിവരങ്ങളാണ് ISRO പുറത്തുവിട്ടിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് ISRO നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ദുരന്തബാധിത മേഖല 86,000 ചതുരശ്ര മീറ്റർ വരും എന്നുള്ള റിപ്പോർട്ടും ഈ ISRO നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ISRO ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടത്തിനും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആർമി ഉൾപ്പെടെയുള്ള സംഘത്തിന് നൽകിയിട്ടുണ്ട്. 6 സോണുകളിലാണ്, ഞാൻ പറഞ്ഞു, 6 സോണുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ന് തിരച്ചിൽ പ്രധാനമായിട്ടും നടത്തുക. ഈ കൂടുതൽ യന്ത്ര സാമഗ്രികൾ, അതുപോലെ തന്നെ JCB, ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിച്ചത് ഈ രക്ഷാപ്രവർത്തനത്തെ അല്ലെങ്കിൽ സുഗമമായിട്ടുള്ള തിരച്ചിൽ നടക്കാൻ ഉപകാരപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം ഈ മേഖലകളിൽ അത്തരത്തിലുള്ള തിരച്ചിൽ ഇന്നലെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നും സജീവമായിട്ടുള്ള തിരച്ചിൽ നടക്കും എന്നുള്ളതാണ്. കാരണം ഈ വലിയ പാറക്കല്ലുകൾക്കിടയിലോ അതുപോലെ തന്നെ ഈ അല്ലാതെ ഈ വീടുകൾക്കുള്ളിലോ സ്ലാബുകൾക്കുള്ളിലോ ഒക്കെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. കൂടാതെ എവിടെയെങ്കിലും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നതിനും കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്ന മരണം എന്ന് പറയുന്നത് 210 ഇതിൽ പുരുഷന്മാർ 96, സ്ത്രീകൾ 85, കുട്ടികൾ എന്ന് പറയുന്നത് 29. ഇതുവരെ ബന്ധുക്കൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 147. കണ്ടെത്തിയ
ശരീരഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 139 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 207 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരഭാഗങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചില മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശരീരഭാഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 136 ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 62 എന്നുള്ളതാണ്. ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ പ്രധാനമായിട്ടും കിട്ടുന്നത് ഈ നിലമ്പൂർ ചാലിയാർ മേഖലകളിൽ നിന്നാണ്. അപ്പോൾ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിലവിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ബന്ധുക്കൾ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 28 ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയ ശരീരഭാഗങ്ങൾ എന്ന് പറയുന്നത് 87 ബന്ധുക്കൾക്ക് കൈമാറിയത് 119 എന്നുള്ളതാണ്. ദുരന്ത പ്രദേശത്ത് നിന്നും ആശുപത്രികളിൽ എത്തിച്ചവരുടെ എണ്ണം ഇതുവരെയുള്ളത് 491 എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കണക്ക് ഇത് ഇന്നലെ വരെയുള്ള കണക്കുകളാണ്. അപ്പോൾ പുതിയ കണക്ക് ഇന്ന് 10 മണിയോടുകൂടി തന്നെ പുറത്തുവിടും. ആ കണക്ക് എന്താകുമെന്നുള്ളതാണ് ആശങ്ക. ഷാദി എത്താം. എന്തായാലും ഇന്നും 6 സോണുകളായി തിരിച്ചുകൊണ്ട് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അട്ടമല, ആറന്മല എന്നിങ്ങനെ 6 സോണുകളായി തിരിച്ചുകൊണ്ട് 40 അംഗ സംഘം ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നലെ ഏറ്റവും കാര്യക്ഷമമായ വേലിപ്പാലം അവിടെ ഉണ്ട്. അപ്പോൾ യന്ത്രസാമഗ്രികളൊക്കെ എത്തിച്ച്, കൂടുതൽ JCBകൾ എത്തിച്ച്, മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് ഏറ്റവും കാര്യക്ഷമമായ പരിശോധനയ്ക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് ഇന്നലെ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കലാണ് എന്ന് പറയുമ്പോൾ പോലും അത് വേദനാജനകമാണ്, കാഴ്ച വേദനാജനകമാണ്, സങ്കടകരമാണ് എന്ന് പറയുമ്പോൾ പോലും ആ റിക്കവറി അതിപ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്നും സമാനമായ രീതിയിൽ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂർ വടക്കഞ്ചേരി കുറാഞ്ചേരിയിൽ വീണ്ടും മണ്ണിടിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട്. കുറാഞ്ചേരി മലയിലെ വനഭൂമിയിലെ 1.5 സെന്റോളം പ്രദേശമാണ് ഇടിഞ്ഞത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മണ്ണിടിച്ചിൽ നടന്നു എന്ന് സ്ഥിരീകരിച്ചു. 2018 അതേ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി. അന്ന് 19 പേരാണ് മരിച്ചത്. കോഴിക്കോട് വിലോങ്ങോടത്തെ കാര്യം ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഇന്നലെയൊക്കെ കാര്യമായി പറയുന്നുണ്ടായിരുന്നു. അവിടെയും കാര്യമായ ഒരു മണ്ണിടിച്ചിൽ തന്നെ ഉണ്ടായി. പക്ഷേ വലിയ ഭാഗ്യം കൊണ്ട് ആളൊഴിഞ്ഞതുകൊണ്ട് വലിയ ആളപായമല്ല, ഉണ്ടായില്ല. അവർ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ആളുകൾ, പക്ഷേ ഒരുപാട് വീടുകൾക്കൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തകരുകയോ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ കണ്ണുകൾ കോഴിക്കോട് വിലങ്ങോടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടക്കൻ കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, വയനാട് മഴയാണിന്ന്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ മഴ പെയ്ത ഇടങ്ങളിൽ പ്രത്യേക ജാഗ്രത തുടരണം എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പക്ഷേ തടസ്സമില്ല. നമ്മൾ വീണ്ടും വയനാടേക്ക് എത്തുകയാണ്. വയനാട് പരിശോധന 5ാം നാൾ കൂടുതൽ ശക്തവും സജീവമായി തുടരാനാണ് തീരുമാനം. എസ് വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, ഇന്നലെ മഴ ഏതാണ്ട് പൂർണ്ണമായി മാറിയെന്ന കാഴ്ച നമ്മൾ കണ്ടു. രാവിലെ മുതൽ ചെറിയ ചാറ്റിലൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ പെരുമഴ പെയ്തില്ല. ഇന്നും സമാനമായ രീതിയിൽ മഴ മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? കാലാവസ്ഥാ പ്രവചന പ്രകാരം എങ്ങനെയാണ് 5ാം നാൾ തെരച്ചിലിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ? വിജയകുമാർ, ഇന്നലെ മാത്രം കണ്ടെത്തിയത് 14 മൃതദേഹങ്ങളായിരുന്നു. ചാലിയാർ പുഴയോരത്ത് കൂടുതൽ തെരച്ചിൽ ഇന്ന് ഉണ്ടാകും. ഇപ്പോൾ കാണുന്ന ബേലിപ്പാലത്തിലൂടെ അവിടെ രക്ഷാദൗത്യത്തിന് പോകുന്ന വിവിധ സംഘടനാ പ്രതിനിധികളെ ഒക്കെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്ന കാഴ്ചയാണ്. ഇന്നിപ്പോൾ അവിടെ തടഞ്ഞു നിർത്തി ആരാണ് ഏതാണെന്ന് കൃത്യമായി തന്നെ ചോദിക്കുന്നുണ്ട്, പേരെഴുതുന്നുണ്ട്. എസ് വിജയകുമാർ ചെയ്യുന്നു. വിജയകുമാർ, മഴ ഇന്നും കൂടി ഒന്ന് മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? കാലാവസ്ഥ തെരച്ചിലിന് അനുകൂലമാണ്. ഇനിയിപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്നതിനെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. തെരച്ചിൽ അതിന് കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ്. 5ാം ദിവസത്തിലേക്ക് ഈ തെരച്ചിൽ കടക്കുകയാണ്. ഇന്നലെയൊക്കെ പോലെ തന്നെ 6 സംഘങ്ങളായി 40 പേരടങ്ങുന്ന 6 സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ മേഖലകളിലേക്ക് പോവുകയാണ്. ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ കാണുന്ന ഒരു അനുകൂല ഘടകം ഈ പ്രദേശവാസികളായ ആ മേഖല അറിയാവുന്ന 2-3 പേരെ ആ സംഘത്തിൽ ഉൾപ്പെടുത്തും. അവർ കൂടി ഈ തെരച്ചിലിന്റെ ഭാഗമാകും. അപ്പോൾ എവിടെയാണ് വീടുണ്ടായിരുന്നത്, എവിടെയാണ് സ്കൂൾ ഉണ്ടായിരുന്നത്, എവിടെയാണ് ആരാധനാലയം ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ഈ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംഘത്തിന് കഴിയും. പ്രദേശവാസികളുടെ സഹായം കൂടി ഉള്ളതുകൊണ്ട് ആ സംഘത്തിന് കഴിയും. അതാണ് ഈ തെരച്ചിലിൽ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അതിന് റിസൾട്ട് ഉണ്ടായി. മണ്ണിനടിയിൽ പുതഞ്ഞ മനുഷ്യ ശരീരങ്ങൾ വീണ്ടെടുക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. വ്യാപകമായി പലയിടത്തു നിന്നും അത് കണ്ടു. എല്ലാ കേന്ദ്രങ്ങളിലേക്കും രാവിലെ തന്നെ ദൗത്യ സംഘാംഗങ്ങൾ നീങ്ങുകയാണ്. തെരച്ചിലിനായി ആളുകൾ പോവുകയാണ്. കൂടുതൽ സാങ്കേതിക സൗകര്യങ്ങൾ ഈ തെരച്ചിലിന് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഐബോർഡ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിന്റെ സംഘത്തിന്റെ ഐബോർഡ് ഇന്നലെ ഇവിടെ എത്തിയിരുന്നു. അത് ഇന്ന് തെരച്ചിലിന് ഉപയോഗിക്കും എന്നാണ് ഇന്നലെ അറിഞ്ഞിരുന്നത്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് എല്ലാ ഭാഗത്തേക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അകപ്പെട്ടു എന്ന് കരുതുന്ന മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലേക്ക് അതിനെ എത്തിക്കാൻ കഴിയും. നമ്മൾ ഈ കാണുന്നത്
ആ, അവിടേക്ക് പോകുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് തെരച്ചിലിനൊക്കെ പോകുന്ന കരസേനയുടെയും അതുപോലെ മറ്റ് ഏജൻസികളുടെയും ഒക്കെ വാഹനങ്ങളാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് വാഹനങ്ങളൊക്കെ തടഞ്ഞ് അവിടെ നിന്ന് ആളുകൾ കാൽനടയായാണ് അവിടേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ രക്ഷാപ്രവർത്തകർ പോകുന്നത് ജീപ്പുകളും അത്തരം വാഹനങ്ങൾ മാത്രമേ അവിടേക്ക് കടത്തിവിടുകയുള്ളൂ. വലിയ ഒരു വാഹനങ്ങളുടെ ആധിക്യം ആ ഭാഗത്തുണ്ട്. അത് അവിടെ ഈ മറ്റ് നീക്കങ്ങളെ സാരമായി ബാധിക്കും. അതുകൊണ്ട് അവിടേക്ക് റെസ്ട്രിക്ഷൻ, കുറെ കൂടി ശക്തമായ റെസ്ട്രിക്ഷൻ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടൊക്കെ എല്ലാവരും പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. ഒരു 2 കിലോമീറ്ററൊക്കെ നടന്നാണ് എല്ലാവരും അവിടേക്ക് പോകുന്നത്. പക്ഷേ പോലീസ് കുറേ ആളുകളെ പോലീസ് വാഹനങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുപോകുന്നുണ്ട്. ആംബുലൻസുകൾ ആവശ്യത്തിന് മതി എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ആംബുലൻസുകളൊക്കെ വിളിക്കുമ്പോൾ അവിടേക്ക് ചെല്ലുക എന്നതിനപ്പുറത്തേക്ക് കുറേ ആംബുലൻസുകൾ അവിടെ കൊണ്ടിട്ട് അതൊരു ഇടുങ്ങിയ സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന കെട്ടിടങ്ങളിൽ പലതും ഇങ്ങനെ പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്നതാണ്. വീണ്ടും അത് താഴേക്ക് പതിക്കുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആ നിലയിൽ അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് ഇവർ ചെക്ക് പോസ്റ്റ് താൽക്കാലികമായി സ്ഥാപിച്ച് അവിടെ നിന്ന് നടന്നാണ് എല്ലാവരും അവിടേക്ക് പോകുന്നത്. മാധ്യമപ്രവർത്തകരുടെയൊക്കെ വാഹനങ്ങൾ അവിടേക്ക് അങ്ങോട്ട് കടത്തിവിടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലീസ് വാഹനങ്ങൾ, ഫയർഫോഴ്സിന്റെ അത്യാവശ്യ വാഹനങ്ങളൊക്കെ മാത്രമേ ആ ലൊക്കേഷനിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ ഇപ്പോഴത്തെ 5ാം ദിവസത്തെ തെരച്ചിലിന് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി വലിയ സംഘങ്ങളായി ആളുകൾ മല കയറുകയാണ്, വിവിധ മേഖലകളിലേക്ക് പോവുകയാണ്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, ചെളിയിൽ പുണ്ടുപോയവരെ അവരെ കണ്ടെത്തുക എന്നതാണ് വലിയ ദൗത്യം. റിവർ വാലിയിലേക്കുള്ള തെരച്ചിലിന് ഇന്നും കാര്യമായ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചാലിയാറിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന തെരച്ചിൽ ഇന്നലെയും അത് ഫലപ്രദമായിരുന്നു. ഈ നദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഡെഡ് ബോഡികൾ, ചേതനയറ്റ ശരീരങ്ങൾ ഇന്നലെയും കണ്ടെത്തി. അപ്പോൾ അറിയുന്നത് ഈ താഴേക്ക്, എന്ന് വെച്ചാൽ വെള്ളത്തിലേക്ക് പരിശോധന നടത്താൻ പറ്റുന്ന തരത്തിൽ ക്യാമറകൾ ജലത്തിന് താഴെ, ജലോപരിതലത്തിന് താഴെ ഉപയോഗിക്കാൻ കഴിയുന്ന ക്യാമറകൾ അടക്കം ആ തെരച്ചിലിന് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ചാലിയാറിന്റെ തീരത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് പരിശോധന നടത്തണം. പക്ഷെ അതിന് അനുകൂലമായ അവിടുത്തെ സാഹചര്യം മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സജ്ജമായാൽ ഉടൻ ഈ പ്രാദേശിക സഹായം കിട്ടാവുന്ന, അല്ലെങ്കിൽ പ്രദേശം നന്നായി അറിയാവുന്ന ആളുകളെ അതിന് താഴേക്ക് കൊണ്ടുപോയി അവരുടെ സഹായത്തോടെ അവിടെ പരിശോധന നടത്തും. നേരത്തെ ഈ പുത്തുമലയിൽ അപകടമുണ്ടായി 13ാം ദിവസമാണ് അവിടേക്ക് പ്രഷർ കാണുന്നത്. ഇത് സിമന്റ് കട്ടറാണ്. സിമന്റ് കട്ടറൊക്കെ ആയി കൂടുതൽ അംഗങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ സിമന്റ് കട്ടർ നമുക്ക് ഏത് രീതിയിലാണ് അവിടെ ഉപയോഗിക്കാൻ കഴിയുക എന്ന ഈ ദിവസങ്ങളിൽ വാർത്ത കാണുന്ന എല്ലാവർക്കും അറിയാം. അവിടെ ഒരുപാട് കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്ക് അടിയിൽ നിന്ന് തെരച്ചിൽ ഇനിയും നടത്തേണ്ടതുണ്ട്. തെരച്ചിൽ ഇനിയും നടത്തേണ്ടതുണ്ട്. ആ മേഖലകളിൽ റിക്കവറി പ്രധാനമാണ്. ഓരോരുത്തരെയും കാണാതായ ഓരോരുത്തരെയും അവർ ഏതവസ്ഥയിലാണെങ്കിലും കണ്ടെത്തി അവരുടെ ബന്ധുക്കളെ ഏൽപ്പിക്കൽ എന്നുള്ളതും അതിപ്രധാനം തന്നെയാണ്. അത് ജീവനോടെ ആണെങ്കിലും അത് മൃതദേഹമാണെങ്കിൽ കൂടിയും കണ്ടെടുക്കൽ അതിപ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ കൂടിയാണ് ഈ ദിവസങ്ങൾ ഏറ്റവും സജീവമായി നടക്കുന്നത്. നാഗരാജൻ എസ് അയ്യർ ചോദിക്കുന്നത്, ഇന്നലത്തെ റഡാറിലെ സിഗ്നലിൻ്റെ ജീവൻ്റെ തുടിപ്പ് കണ്ടുപിടിച്ച് ചോദിക്കുന്നുണ്ട്. ചേട്ടാ, അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇന്നലെ വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കിയതാണ് ആ പരിശോധന. ആ പരിശോധനയിൽ ഒരു സിഗ്നലുണ്ട്. ആ സിഗ്നൽ ആഴത്തിലുള്ള സിഗ്നലാണ്. അത് ഒരു ജീവസാന്നിധ്യമാണെന്നൊക്കെ ഇന്നലെ പറഞ്ഞതാണ്. നമ്മൾ വലിയ ആവശ്യത്തോടെയും പ്രതീക്ഷയോടെയും കാത്തിരുന്നു. അവിടെ തെരച്ചിൽ കാര്യമായി തന്നെ നടന്നു. പക്ഷേ അതിനുശേഷം അതൊരു മനുഷ്യ സാന്നിധ്യമല്ല എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ആ ജീവൻ്റെ സാന്നിധ്യം എന്താണ് എന്ന് അവർ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അത് വല്ല തവളയോ ഇതുപോലുള്ള പൈക്കുട്ടിയോ ഒക്കെ അല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെ ആകാം എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിച്ചത്. അശോകൻ താഴെ പറയുന്നുണ്ട്, വിലങ്ങാട് ഒരാൾ ഉരുൾപൊട്ടലിൽ മരിച്ചിരുന്നു എന്ന് പറയുന്നു. അശോകൻ ചേട്ടാ, ഈ ഒരാളെ കാണാതായ കാര്യം അറിഞ്ഞിരുന്നു. അയാളുടെ ബോഡി അത് ഒന്ന് അന്വേഷിക്കാം കേട്ടോ. എന്തായാലും വിലങ്ങാട് ഉണ്ടായതും വലിയ ഉരുൾപൊട്ടലാണ്. അവിടെ ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്, ഒരുപാട് ഭൂമികൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ശ്രദ്ധ ഉണ്ടാവണം. നമ്മൾ ഈ വാർത്തയിൽ നിൽക്കുന്ന വയനാടിൻ്റെ വ്യാപ്തി അത്രത്തോളം വലുതായതുകൊണ്ടാണ് കേട്ടോ. ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, ബെയിലി പാലം, കൂടുതൽ JCBകൾ, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ, കോൺക്രീറ്റ് കട്ടർ പോലെയുള്ള പുതിയ ഉപകരണങ്ങൾ, ഇന്നലത്തെ ഡീപ്പ് പെനട്രേറ്റിംഗ് റഡാർ പരിശോധന, ഇന്നത്തെ ഐബോർഡ് പരിശോധന, 5ാം നാൾ 4ാം നാളിനേക്കാൾ കുറച്ചുകൂടി സജ്ജമാണ് എന്ന് പ്രതീക്ഷിക്കാവോ? ബോട്ടുകളും
ബോട്ടുകളും ഡ്രോണുകളും തെരച്ചിൽ ഉപയോഗിക്കുകയാണ്. ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് കൂടി തെരച്ചിൽ എന്നുള്ള സജീവമായുണ്ട്. ഇന്ന് ആരംഭിച്ചിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും അതുപോലെ ആർമിയുടെയും വാഹനം ഇതാ ഈ ചരിത്രം രചിച്ച ഈ പാലത്തിൽ, ആർമി രചിച്ച ഈ പാലത്തിലൂടെ കടന്നു നീങ്ങുന്നു. ഇത് മുകളിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായി. ഇതാ നമുക്കിപ്പോൾ കാണാം ആർമിയുടെ വാഹനം, ആർമിയുടെ ഓപ്പറേഷൻ വെഹിക്കിൾ അകത്തേക്ക് ഇതാ ഇന്ത്യൻ ആർമി ചരിത്രം എഴുതിക്കൊണ്ട് നിർമ്മിച്ച ദുരന്തമുഖത്തെ അത്താണിയായി മാറുന്ന യാത്രയ്ക്ക് വഴിയൊരുക്കിയ ഈ ബേലി പാലം, ബേലി ടെമ്പററി ആർമി ബ്രിഡ്ജിലൂടെ വാഹനം കടന്നു വരുന്നു, ആർമി വാഹനം. ഇത് മുകളിൽ എത്തുന്നതോടുകൂടി തന്നെ മറ്റ് പ്രവർത്തനത്തിലേക്ക്, രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കും. രാവിലെ മുതൽ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇൻസിഡന്റ് കമാൻഡറായ IG, നോർത്ത് സോൺ IG സേതുരാമൻ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ADGP MR അജിത് കുമാർ, ക്രമസമാധാന ചുമതലയുള്ള ADGP വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് കൃത്യമായി മന്ത്രിസഭാ ഉപസമിതിയുമായി കോർഡിനേറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ആർമി വാഹനം ഈ ആർമി ഉണ്ടാക്കിയ ബേലി പാലം കടന്നുകൊണ്ട് നീങ്ങുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ ആർമി സൈനികരെ കാണാം. ആർമി സൈനികർ ഈ ആർമിയുടെ ട്രക്കിൽ പാലം കടന്ന് മുകളിലേക്ക് നീങ്ങുന്നു. ഇതാ മുകളിലേക്ക് ദൂരക്കാഴ്ചയിലേക്ക് നമ്മുടെ ക്യാമറാമാൻ പ്രവീൺ ഒന്ന് പാൻ ചെയ്യുമ്പോൾ അവിടെ JCB-കൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. JCB-കളെല്ലാം ദുരന്തമുഖത്ത് വീണ്ടും രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ശരിയല്ല. അക്ഷരാർത്ഥത്തിൽ ഇനി രക്ഷാപ്രവർത്തനത്തിനുള്ള സാധ്യതയില്ല. പക്ഷേ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നും തുടരും. ഇന്നലെയും അങ്ങനെ തന്നെയാണ് അറിയിച്ചത്. 6 സ്ക്വാഡുകളായിക്കൊണ്ട് ഇവിടെ സെഗ്മെന്റുകൾ തിരിച്ചുകൊണ്ടുള്ള ഈ രക്ഷാപ്രവർത്തനമല്ല, മൃതദേഹം കണ്ടെത്താനുള്ള തിരച്ചിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊപ്പം തന്നെ ഇന്ന് റിവർ റെസ്ക്യൂവും കൂടി നടക്കും. അതായത് റിവർ കോമ്പിംഗ് എന്ന് പറയുന്നതാണ് ശരി. അതായത് പുഴയിലെ പരിശോധന, മൃതദേഹം കണ്ടെത്താൻ വേണ്ടി കർവുകളിൽ, കുഴികളിൽ പരിശോധിക്കും. അത് 8 പോലീസ് സ്റ്റേഷനാണ് ചാലിയാർ ലിമിറ്റിലുള്ളത്. 8 പോലീസ് സ്റ്റേഷനുകളിലും നാട്ടുകാരുടെ സഹായത്തോടെയുള്ള സ്ക്വാഡുകൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യം, ഇന്ന് ദുരന്തമുഖത്ത് സമാധാനത്തിൻ്റെ സന്ദേശം, ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകർക്ക് അഭിവാദ്യമായി മോഹൻലാൽ എത്തുന്നു. ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ, ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹം. ആർമി സംഘത്തോടൊപ്പമാണ് എത്തുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹം കോഴിക്കോട് എത്തിക്കഴിഞ്ഞു, വയനാട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ആർമി സൈനികരോടൊപ്പം തന്നെ ദുരന്തമുഖത്തേക്ക് മോഹൻലാൽ എത്തും. ആദ്യം ചൂരൽമല, അത് കഴിഞ്ഞ് മുണ്ടക്കൈ, വിവിധ പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികരെ, കേരള പോലീസിനെ, NDRF-നെ അഭിവാദ്യം ചെയ്യും. നമ്മൾ ഈ വേളയിൽ ഈ പാലത്തു നിന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ ആർമിക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. മറ്റൊന്ന്, തൊട്ടപ്പുറത്ത് SOG, അതായത് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, സാധാരണ നക്സൽ മാവോയിസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരാണ് ആദ്യം ഈ ദുരന്തമുഖത്ത് എത്തിയത് എന്ന് പറയേണ്ടതുണ്ട്. സാധാരണ SOG ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സേനയല്ല, അണ്ടർ കവറായി വനത്തിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന ഒരു തീവ്രവാദ വിരുദ്ധ സേനയാണ്. ആ സേനയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ കൈത്താങ്ങായി ഈ പ്രദേശത്ത് മാറിയത്. ഈ ദുരന്തമുഖത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ. ഇവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു നേരത്തെ. അമ്പലത്തിൻ്റെ ആൽമരം മാത്രം ബാക്കിയാക്കിക്കൊണ്ട് അമ്പലം നിശേഷം ഈ പ്രളയത്തിൽ, ഈ ദുരന്തത്തിൽ, ഈ മണ്ണിടിച്ചിലിൽ, ഈ ഉരുൾപൊട്ടലിൽ കൊണ്ടുപോയി കഴിഞ്ഞു. ശ്രീകോവിലിൻ്റെ തറ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. തൊട്ടപ്പുറത്തൊരു പള്ളിയും ഇതുപോലെ തന്നെ ദുരന്തം എടുത്തു കളഞ്ഞതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ദുരന്തമുഖത്ത് ആർക്കും രക്ഷയില്ല. അതുകൊണ്ട് കരുതൽ, കൈത്താങ്ങ് മാത്രമാണ് ഈ വേളയിൽ നമുക്ക് ഉറപ്പിക്കാനുള്ളത്. ദുരന്തമുഖത്ത് അവസാനമായി ഈ